വചനം വചനം ത്രിയേക ദൈവമം വചനം. യേശുവിൽ പ്രിയനിർണവരെ, കേരള ലത്തീൻ സഭയുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയാണ് KRLCC, അതായത് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ. ഈ തവണത്തെ KRLCC ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഈ തവണത്തെ ചർച്ചകൾ എല്ലാം തന്നെ വലിയ അനുഭവമായിരുന്നു. എല്ലാവരും കേൾക്കുവാനായിട്ട് ഇടയായ ഒന്നാണത്. കോഴിക്കോട് അതിരൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ പറയുകയുണ്ടായി, തലയിൽ നിന്നും സംസാരിക്കാതെ ഹൃദയത്തിൽ നിന്നുമാണ് എല്ലാവരും സംസാരിച്ചത്. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഈശോയോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ, ഈശോയുടെ ഇഷ്ടം, ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളായിട്ട് എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഈ തവണ എല്ലാവരും തന്നെ സംസാരിച്ചു, എല്ലാവരും തന്നെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു, എല്ലാവർക്കും സംസാരിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. ചുരുക്കത്തിൽ ഈ തവണത്തെ KRLCC മീറ്റിംഗ് ചരിത്രപരമായിരുന്നു. നാളിതുവരെ സംഭവിക്കാത്ത ഒന്നായിരുന്നു. എല്ലാവർക്കും സംസാരിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. ചർച്ചകൾ ആരോഗ്യകരവും ഫലപ്രദവും ക്രിയാത്മകവും ചലനാത്മകവുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം, ചർച്ചകൾക്ക് മുൻപ് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു ഓരോ ചർച്ചകളും. ഓരോ ചർച്ചകൾക്ക് മുൻപ് ഒരു 30 മിനിറ്റ് വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഇൻപുട്ട് സെഷൻ നൽകിയിരുന്നു. തുടർന്ന് എല്ലാവരും ഒരു 30 മിനിറ്റ് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് മൗനമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഒരു സ്പിരിച്വൽ ഡിസേൺമെൻറ്റ്, ആത്മീയമായിട്ടുള്ളൊരു വിവേചനം നടത്തിയിരുന്നു, ഈശോ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട്. അതിനുശേഷം ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ച് ലഭിച്ച ആശയങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവച്ചു. ഈ കാരണത്താലാണ് ഓരോ ചർച്ചകളും വ്യത്യസ്തവും ക്രിയാത്മകവുമൊക്കെ ആയിട്ട് മാറിയത്. ഇത് നമുക്ക് പലർക്കും തെറ്റ് പറ്റുവാനായിട്ടുള്ള ഒരു കാരണം, നമ്മുടെ പല തീരുമാനങ്ങളും നമ്മുടെ യുക്തി കൊണ്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ദൈവസന്നിധിയിലിരുന്ന് ദൈവിക സ്വരം കേൾക്കാതെ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ചോദിച്ചറിയാതെ, സ്പിരിച്വൽ ഡിസേൺമെൻറ്റ്, ആത്മീയമായ വിവേചനം നടത്താതെ സ്വന്തമായ തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതിനാൽ തന്നെയാണ് നമ്മുടെ പല തീരുമാനങ്ങളും പ്രവൃത്തികളും തെറ്റ് സംഭവിക്കുവാനായിട്ടുള്ള കാരണം. നമ്മുടെ പല പദ്ധതികളും തകരുവാനായിട്ടുള്ള കാരണവും ഈ ആത്മീയമായ തിരിച്ചറിവിൻ്റെ അഭാവമാണ്. ഇന്നത്തെ സുവിശേഷം നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവസന്നിധിയിലിരുന്ന് അവിടുത്തെ ഹിതം മനസ്സിലാക്കുവാൻ, സ്പിരിച്വൽ ഡിസേൺമെൻറ്റ്, ആത്മീയമായ വിവേചനം നടത്തുവാൻ, അവിടുത്തെ പാദത്തെങ്കിലിരുന്ന് ഇരിക്കുവാനൊക്കെ ആയിട്ട്. അതിൻ്റെ ഉത്തമമായ മാതൃകയാണ് മറിയം. കാരണം ഈശോ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ, ലൂക്ക 10:42, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തന്നെ എടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. എന്തായിരുന്നു മറിയം തിരഞ്ഞെടുത്ത ആ നല്ല ഭാവം? വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കേൾക്കുന്നു, ലൂക്ക 10:39, അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കിൽ ഇരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ പാദത്തിങ്കിൽ ഇരിക്കുവാൻ സ്പിരിച്വൽ ഡിസേൺമെൻറ്റ്, ആത്മീയ വിവേചനത്തിൻ്റെ ഭാവമാണത്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ട ഭാവമാണത്. കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുവാൻ, അവിടുത്തെ കൂടെ സമയം ചെലവഴിക്കുവാനായിട്ട്, അവിടുന്ന് നമ്മളോട് പറയുന്നത് ശ്രവിക്കുവാൻ. ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 2 വ്യക്തികൾ ദൈവത്തിന് വേണ്ടിയിട്ട് വിരുന്നൊരുക്കുകയാണ്. ഇന്നത്തെ 1-ാം വായനയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നു, ഉൽപ്പത്തി 18:1, മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനാകുന്നതായി. തുടർന്ന് അവർ 3 പേർക്കും അബ്രാഹാം വിരുന്നൊരുക്കി പരിചരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു ഈശോയെ മർത്തായും മറിയും അവരുടെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചുകൊണ്ട് വിരുന്ന് ഒരുക്കുന്നതായിട്ട്. കർത്താവിന്
വിരുന്നൊരുക്കിയ അബ്രാഹവും സാറയും അനുഗ്രഹിക്കപ്പെട്ടു. ഈശോയ്ക്ക് വിരുന്നൊരുക്കിയ മർത്തയും മറിയവും അനുഗ്രഹിക്കപ്പെട്ടു. വളരെ പ്രത്യേകമായിട്ട് മറിയത്തിന് ഈശോയുടെ പ്രശംസയും ലഭിച്ചു. അതിൻ്റെ കാരണം മറിയം തിരഞ്ഞെടുത്ത നല്ല മാർഗമാണ്, നല്ല ഭാവമാണ്. കർത്താവിൻ്റെ പാദത്തിങ്കിൽ ഇരുന്ന് വചനം ശ്രവിച്ചതുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ ദിനം സുവിശേഷം നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു ദൗത്യമെന്നത് കർത്താവിൻ്റെ പാദത്തിങ്കിൽ ഇരിക്കുവാനായിട്ടുള്ള ഒരു ദൗത്യമാണ്. അവിടുത്തെ വചനങ്ങൾ ശ്രവിക്കുവാനായിട്ടുള്ള ദൗത്യമാണ്. കർത്താവിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുവാനായിട്ടുള്ള ഒരു ദൗത്യമാണ്. എന്നാൽ ഇന്ന് അവിടുത്തെ പാദത്തിങ്കിൽ ഇരിക്കുവാൻ പലർക്കും സമയമില്ല. ചിലർക്ക് മടിയാണ്, വേറെ ചിലർ അതിനായിട്ട് പരിശ്രമിക്കാറില്ല. പലർക്കും മറ്റു കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കൂടെ ആയിരിക്കും. ഇന്ന് പലരുടെയും ജീവിതം മൊബൈൽ സ്ക്രോളിങ്ങും പോസ്റ്റിങ്ങും ഷെയറിങ്ങും ലൈക്കിങ്ങും ചാറ്റിങ്ങും പിന്നെ ചീറ്റിങ്ങും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ദൈവത്തിന് നൽകുവാനായിട്ട് മാത്രം സമയമില്ല. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുവാൻ മാത്രം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ മാത്രം സമയമില്ല. ആയതിനാൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വെറുതെ ഇരുന്നാൽ മാത്രം പോരാ, അവിടുത്തെ കൂടെ ആയിരുന്നാൽ മാത്രം പോരാ. മറിയത്തെ പോലെ അവിടുത്തെ വചനം ശ്രവിക്കണം. അതായത് ഈശോയുടെ വാക്കുകൾ ശ്രവിക്കണം, വചനം അനുസരിച്ച് ജീവിക്കണം. വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ഹെബ്രായർ 4:12 ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അത്രമാത്രം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം ഇരുവിട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വിഷമം വന്നാൽ ഉടനെ ആശ്വാസം നൽകുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനം വെച്ച് പ്രാർത്ഥിച്ച് ഉറപ്പായും ഉടനെ ആശ്വാസം ലഭിക്കും. ഉദാഹരണത്തിന് മത്തായി 5:4 എന്ന വചനം ചൊല്ലുക: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈ വചനം 1-2 തവണ ഉരുവിടുക, ഉറപ്പായിട്ട് നമുക്ക് ആശ്വാസം ലഭിക്കും. ഭയം മാറ്റുവാനായിട്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഏശയ്യ 41:10: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഉത്കണ്ഠ മാറ്റുവാനായിട്ട് 1 പത്രോസ് 5:6 വചനം ചൊല്ലുക: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവാൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇങ്ങനെ കർത്താവിൻ്റെ അഭിഷേകം നിറഞ്ഞ വചനം എന്നും വിശുദ്ധ ബൈബിൾ വായിച്ചുകൊണ്ട് ശ്രവിക്കുകയും വചനത്താൽ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം. മറിയവും വചനത്താൽ ശക്തിപ്പെട്ടു ക്രിസ്തുവിൻ്റെ നല്ല വാക്കുകൾക്ക് പാത്രമാവുകയും ചെയ്തു. മറിയത്തെക്കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് അവൾ വചനം കേട്ടുകൊണ്ട് യേശുവിൻ്റെ പാദത്തിങ്കിൽ ഇരുന്നു എന്നാണ്. യേശുവിൻ്റെ പാദത്തിങ്കിൽ ഇരുന്ന് വചനം സ്വീകരിക്കുന്നത്, വചനം കേൾക്കുന്നത് ശിഷ്യത്വ സ്വീകരണമാണ്. യഹൂദ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു ശിഷ്യൻ ഗുരുവിൻ്റെ പാദത്തിങ്കിൽ ഇരുന്ന് ജ്ഞാനം സ്വീകരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 22:3 നമ്മൾ വായിക്കുന്നത്. പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട് അവിടെ: ഞാനൊരു യഹൂദനാണ്, കിലിക്കായിലെ താർസൂസിൽ ജനിച്ചുവെങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. ഗമാലിയലിൻ്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ ശിക്ഷണം ഞാൻ നേടി. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, മറിയം ഒരു യഹൂദ പുരുഷനെ പോലെയല്ല പെരുമാറി എന്നതാണ്. യഹൂദ സ്ത്രീകളാരും പുരുഷന്മാരെ പോലെ ഗുരുവിൻ്റെ പാദത്തിലിരുന്ന് വചനം കേൾക്കാറില്ല. എന്നാൽ മറിയം അത് ചെയ്തത് ഒരു സ്ത്രീ എന്ന ചിന്തയിലല്ല, ഒരു ശിഷ്യൻ എന്ന നിലയിലാണ്. അവൾ യേശുവിൻ്റെ മുൻപിൽ ഒരു ശിഷ്യനെ പോലെ ആയിരുന്നു. ശിഷ്യത്വത്തിലെ പ്രധാന കാര്യവും ഗുരുവിൻ്റെ കൂടെ ആയിരിക്കും എന്നതാണ്. യേശു 12 അപ്പോസ്തലന്മാരെ വിളിച്ചപ്പോൾ അവനോടുകൂടെ ആയിരിക്കുവാൻ വിളിച്ചു എന്നാണ് സുവിശേഷകനായിട്ടുള്ള ലൂക്ക പറയുന്നത്. ഗുരുവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോ പേര് ചൊല്ലി വിളിച്ച യൂദാസ് ഗുരുവിൻ്റെ കൂടെ ആയിരുന്നില്ല.
അവൻ പണത്തിൻ്റെ കൂടെയും തിന്മയുടെ കൂടെയുമായിരുന്നു. അതിനാൽ തന്നെയാണ് സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതിലേക്ക് നയിച്ചത്. ഈശോയുടെ കൂടെ ആയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇല്ലായെങ്കിൽ പല തിന്മകളുടെ വലയത്തിൽ വീണു പോകാം, വഴിതെറ്റിയും പോകാം. മറിയത്തെ പോലെ എന്നും എല്ലാ നിമിഷവും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ, നല്ലൊരു ശിഷ്യനെ പോലെ. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ച വചനത്തിലൂടെ തിരുസഭ നമുക്ക് നൽകുന്ന ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. കർത്താവിനെ പാദത്തിങ്കിൽ ഇരിക്കുവാനായിട്ടുള്ള ദൗത്യം, അവിടുത്തെ വചനങ്ങൾ ശ്രവിക്കുവാനായിട്ടുള്ള ദൗത്യം, കർത്താവിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുവാനായിട്ടുള്ള ഒരു ദൗത്യം. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.